നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമേ, എന്ത് വിഡിത്തോ മോളെ നീ കാണിച്ചേ? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അച്ഛനോടോ ഞങ്ങളോടൊക്കെ ഒന്ന് ചർച്ച ചെയ്തൂടെ? അല്ലെങ്കിൽ അഖിലിനെങ്കിലും ഒന്ന് അറിയിക്കണ്ടേ? അച്ഛൻ ഈ രാജിക്കത്ത് കീറിക്കളയണം. പെട്ടെന്നുണ്ടായ എന്ത് വിഷമത്തി ശ്യാമ രാജിക്കത്ത് തന്നേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്നൊരു തോന്നൽ വരുമ്പോ രാജി എഴുതി തന്നിട്ട് പോകാനുള്ള സ്ഥാനമല്ലേ അത്. ഇനി ശ്യാമയല്ല, നിങ്ങൾ എല്ലാവരെയും രാജിവെച്ചാലും കമ്പനി മുന്നോട്ട് തന്നെ പോവും. ഞാനും വസുന്ധരയും കൂടെ തുടങ്ങിയതാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ നടത്തിക്കൊണ്ടുപോകും. വ്യക്തിയല്ല, പ്രസ്ഥാനമാണ് വലുത്. എത്രയോ ഭരണാധികാരികൾ ഭരിച്ചു പോകുന്നു, എന്നിട്ട് നാടിനൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് രാജിയെന്നും പറഞ്ഞ് ആരും എന്നെ വരട്ടേന്നും വേണ്ട. അച്ഛൻ ഞാനങ്ങനെ വരട്ടിയതൊന്നും അല്ല, കാര്യമായിട്ട് തന്നെയാ. കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ആദ്യം അത് പരിഹരിക്കാൻ മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടോന്ന് വേണം നോക്കാൻ. അല്ലാതെ ചാടിക്കയറി രാജിവെക്കുകയല്ല. ഇത് കമ്പനിക്കാരല്ല അതിൽ സർ, മനസ്സിലെ പ്രശ്നങ്ങളാ. എന്റെ അഭിപ്രായത്തില് ആ കുഞ്ഞിനെ മനപ്രയാസപ്പെടുത്തരുതെന്ന്. രാജിവെക്കാൻ സമ്മതിക്കണം. അപ്പച്ചിയോടെ ചോദിച്ചില്ലേ? ആദ്യമായിട്ട് അപ്പച്ചോട് ചൂടാവുന്ന എന്തിനാ? അപ്പച്ചി പറഞ്ഞത് ന്യായമായ കാര്യമല്ലേ? ഐശ്വര്യ, മതി, നിർത്ത്. അമൃത, അമൃത മോൾക്ക് ഒന്നും പറയാനില്ലേ? അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അച്ഛാ, ഞാനെന്ത് പറയാൻ? ഞാനെന്ത് പറയാനാണെന്നോ? ഇത് അമൃതയുടെ കൂടി കമ്പനിയാ. എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല അമ്മേ. എന്തായാലും എനിക്കതിൽ നിന്നുള്ള നേട്ടങ്ങളൊന്നും വേണ്ട. ആര് പോയാലും എനിക്കൊന്നുമില്ല, ആര് വന്നാലും അതുപോലെ തന്നെ. അതെന്താ മോളെ, സംസാരത്തിൽ ഇപ്പൊ ഒരു മര്യാദക്കുറവ്? അയ്യോ അച്ഛാ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അച്ഛനോടും അമ്മയോടും എനിക്ക് അങ്ങേയറ്റത്തെ ബഹുമാനാ. ശ്യാമയുടെ പെട്ടെന്നുള്ള രാജിക്ക് പിന്നിലെ കാരണം ഞാൻ പറയട്ടെ. അമൃതയാണ്. അല്ലേ മോളെ? അതെങ്ങനെയാ അച്ഛൻ ഞാൻ കാരണമാവുന്നേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.